പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കേൾക്കുക, കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യവും അതിൽ വലിയ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം അപ്പോസ്തലന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു, ലോകം മുഴുവനും പോയി ശുശ്രൂഷ അറിയിക്കുക. വിശ്വസിക്കുന്നവരുടെ പിന്നാലെ ഈ അടയാളങ്ങൾ കടന്നു വരും. ഈ അടയാളങ്ങൾ കടന്നു വരുന്ന ശേഷം യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനുശേഷത്തെ ലാസ്റ്റ് ബൈബിൾ വേഴ്സ് മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം പറയാണ്, അപ്പോസ്തലന്മാർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ കർത്താവ് അവരുടെ കൂടെ നിന്ന് വചനം സ്ഥിരീകരിച്ചു. വചനം സ്ഥിരീകരിക്കുകയാണ്. എല്ലാവരും പോയി സുവിശേഷം അറിയിക്കുക. വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്നെ ദൈവം അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ ആരാധിക്കും. അതാണ് ഞാൻ യേശു തമ്മിലുള്ള ബന്ധം. അവൻ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ, അല്ലാതെ കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് സൗഖ്യമായില്ലെങ്കിലും ആയാലും ഞാൻ ദൈവത്തെ, ഹല്ലേലൂയ. എന്റെ രോഗം മാറിയെങ്കിലും മാറിയില്ലെങ്കിലും, എനിക്ക് സമ്പത്ത് വന്നാലും ഇല്ലെങ്കിലും, ദൈവസ്നേഹം. നിങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ അനായാസമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിന്റെ വെളിച്ചവുമായിട്ടാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവില്ലാത്തവരെല്ലാവരും ഇരുട്ടിലാണ് കിടക്കുന്നത്. അവർ പറയുന്നത് എന്തെന്നറിയത്തില്ല, അവർ കാണിച്ചു കൂട്ടുന്നത് എന്തെന്നറിയത്തില്ല, അവർ എപ്പോൾ പോയാലും അവർ തടഞ്ഞു വീഴും. കാരണം അവർ ഇരുട്ടില്ല. എന്നാൽ നിങ്ങൾ വീഴത്തില്ല. കർത്താവിന്റെ വെളിച്ചം നിന്റെ മേൽ ഉള്ളത് കൊണ്ട് നിനക്ക് ഇരുട്ടേതാണ്, വെളിച്ചമേതാണ്, കല്ലെവിടെയുണ്ട്, കുഴി എവിടെയുണ്ട്, എവിടെയൊക്കെ തട്ടി മറയും എന്നെല്ലാം വ്യക്തമായിട്ട് നിനക്കറിയാം. അതുകൊണ്ട് നീ വീഴത്തില്ല. പരിശുദ്ധാത്മാവുമായിട്ട് ഒരേ കൂട്ടായ്മയിൽ ഇരുന്നൊരു മനുഷ്യൻ ഇപ്പോഴും എനിക്കറിയാം. ഞാൻ ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ദൈവത്തെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് വളരും തോറും നമുക്ക് ദാനങ്ങൾ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്നലെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ധ്യാനമല്ല ഇപ്പോഴുള്ളത്. ഈ മാസത്തെ ധ്യാനമല്ലായിരിക്കും അടുത്ത മാസം. എല്ലാം വ്യത്യാസമായിരിക്കും. ഹല്ലേലൂയ. We are the unique. നമ്മളെ പോലെയുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇരട്ടകൾ ഉണ്ടായാലും, നിങ്ങളുടെ വീട്ടിൽ ഭവനത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായാലും അവരുടെ ഫിംഗർ പ്രിന്റ് നിന്നെ മണ്ണുകൊണ്ടൊരു ക്ലേ ആയ ആ ഒരു മൺചട്ടിയായിട്ട്, നിന്നെ ഒരു പാത്രമായിട്ട് ദൈവം മെനഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പൂർണ്ണമായും നിറച്ച് ഒഴിച്ച് അത് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ പകരും. ഏറ്റെടുത്തോ. പറഞ്ഞ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയേ. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ പറയണം, ഞാൻ സ്വീകരിക്കുന്നു. ചാടി പറയണം. ഓക്കെ, റെഡിയല്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിന്റെ ആത്മാവിന് പാപം ചെയ്യാൻ ആവത്തില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. നീ ആത്മാവിൽ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോവുകയെന്നാണ്. എന്നിട്ട് വേറൊരു ദൈവത്തെ നീ ആരാധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിന്റെ ആത്മാവ് പാപം ചെയ്തു. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള പാപങ്ങൾ മൊത്തം ചെയ്യുന്ന നിന്റെ ജഡത്തിലാണ്, അത് ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിനക്ക് മനപ്രയാസം ഉണ്ടാകരുത്, കുറ്റബോധം ഉണ്ടാകരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വളരാൻ പറ്റത്തില്ല, ഉയരങ്ങളിലേക്ക് ഉയരാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. കുറ്റബോധമേ വിട എന്ന് പറഞ്ഞേ. ഗുഡ് ബൈ. എല്ലാ കുറ്റബോധവും വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ എന്നോ ഒരു പാപം ചെയ്തെന്ന് വിചാരിച്ച് അതേ നീറ്റലും പുകച്ചിലും നിന്നെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിന്റെ വിടുതല വചനമാ. ക്രിസ്തുവിന്റെ മനസ്സാണ് നിനക്കുള്ളത്. ക്രിസ്തുവിന്റെ മനസ്സാണുള്ളത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സ് നിനക്കുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ മനസ്സാ, അത് പിതാവിന്റെ മനസ്സാ. ഹല്ലേലൂയ.
അപ്പൊ നീയും ദൈവവുമായിട്ട് ഒന്നായി തീരുകയാണ്. നീയും ദൈവവും ഒന്നായി തീരുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് തീഷ്ണതയായി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശത്തിന്റെ രശ്മികൾ നിന്നിലൂടെ പ്രവഹിക്കപ്പെടണം. പ്രൈസ് ഗോഡ്. അത് നീ നാട്ടുകാരുടെ, നിന്റെ വീട്ടുകാരുടെ അടുത്ത്, നിന്റെ അയൽവാസിയുടെ അടുത്ത്, നിന്റെ കുടുംബക്കാരുടെ അടുത്ത്, നിന്റെ ചാർച്ചക്കാരുടെ അടുത്ത്, നിന്റെ ഇടവകയില്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടവകയിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ വേഷം കിട്ടാന്ന് പറയുന്നവരെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയില് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്തു. ദൈവം ബോധം കെടുത്തുന്ന ആത്മാവല്ല എന്ന് പറഞ്ഞാൽ ഈ താഴെ വീഴുന്നതിനെ കുറിച്ച് അതിന് പുള്ളി എതിര് പറഞ്ഞു. തന്നെ ബോധം കെടുത്തിട്ട് അവരുടെ വാല്യ ദൂരി മാറ്റി. രണ്ടാമത് വേണോ? എത്ര പുരോഹിതന്മാരെയാ ബോധം കെടുത്തിയെന്ന് അറിയാമോ? ഹല്ലേലൂയ. അത് ശലോമോൻ വളരെ മനോഹരമായിട്ടുള്ള ദേവാലയം സൃഷ്ടിച്ചു. എന്നിട്ട് പുരോഹിതന്മാരെ വെച്ചിട്ട് അവിടെ ആരാധിപ്പിച്ചു. ദൈവത്തിന്റെ വലിയ മേഘമിറങ്ങി, എല്ലാവരും താഴെ ബോധം കിട്ടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീണ്ടും വേണം വചനം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയമായപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് വലിയ ദൂതനെ വിട്ടു. അവൻ എന്ത് ചെയ്തു? ഈ കല്ലുരുട്ടി മാറ്റാൻ വേണ്ടി അവൻ വരുന്നതിൽ നിന്ന് മുൻപ് തന്നെ റോമൻ ജൈജാന്റിക പടയാളികൾ ബോധം കെട്ടി നിലത്ത് വീണു. ഹല്ലേലൂയ. ഇനി വേണോ? ഇനി എവിടെയാവുന്നത്? ഇനി വരണമുണ്ട്. യേശുക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി ഗെത്സമൻ തോട്ടത്തിലേക്ക് റോമൻ പടയാളികൾ ചാടി വീണു. അവൻ എവിടെ? യേശു പറഞ്ഞു, ഞാനാണവൻ. ആ സമയത്ത് എല്ലാവരും പുറകോട്ട് വീണു ബോധം കെട്ടി. ഹല്ലേലൂയ. ഇനി കർത്താവ് നിന്നെ തൊടാൻ പോവുക. അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വെളിച്ചം വന്നു, അവൻ താഴെ വീഴും ബോധം കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പൊ എത്ര ബോധം കിടന്നാവുള്ള ബൈബിളില്. അപ്പൊ ആരെങ്കിലും ബോധം കെടുന്നതിനെ കുറിച്ച് കർത്താവ് നിരത്തി വീഴത്തില്ല, ബോധം കെടുത്തിട്ടില്ല ആരും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. കർത്താവ് ഒരു വേണ്ടപ്പെട്ടവരെ ബോധം കെടുത്തുകയും ചെയ്യും, കർത്താവ് ബോധം തെളിയിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ എന്തും സാധിക്കും. പ്രൈസ് ഗോഡ്. നമ്മള് വെല്ലുവിളികളെ സ്വീകരിക്കണം. പ്രൈസ് ഗോഡ്. എല്ലാവരും എഴുന്നേറ്റ്